ജാലിയൻ വാലാബാഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു വർഷമുണ്ടായ ആ ഒരു ജനസൈഡ്, ആ ഒരു ഔട്ട്റേജസ് ആക്ടിനെ പറ്റിയാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. 1600 പേരാണെന്ന് മരിച്ച ആസ് പെർ റെക്കോർഡ്സ്. അതിലും കൂടുതൽ ആൾക്കാർ മരിച്ചു എന്ന് തന്നെ ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. സർദാർ ഉദം എന്ന സിനിമയിൽ ഈ ജാലിയൻ വാലാബാഗ് മസാക്കറുടെ ഒരു സൈഡ് ഓഫ് സ്റ്റോറിയാണ് കാണിച്ചത്. അതേപോലെ തന്നെ ഈ കേസരി ചാപ്റ്റർ 2 വേറൊരു സൈഡ് എക്സ്പ്ലോർ ചെയ്യണത്. കേസരി ചാപ്റ്റർ 2, കേസരി എന്ന 2019 സിനിമയുടെ ഒരു സ്പിരിച്വൽ സീക്വൽ ആണ്. ഫസ്റ്റ് ചാപ്റ്ററായിട്ട് ഒരു വേറെ ബന്ധങ്ങളിലൊന്നുമില്ല. ദിസ് ബേസ്ഡ് ഓൺ എ ബുക്ക്, ദ കേസ് ദാറ്റ് ഷുക്ക് ദ എംപയർ ബൈ രഘുപാലട്ട് ആൻഡ് പുഷ്പ പാലട്ട്. സി ശങ്കരൻ നായർ എന്ന അഡ്വക്കേറ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എംപയർ, എഗെയിൻസ്റ്റ് ദ ക്രൗൺ, എങ്ങനെയൊക്കെ കോടതിയിൽ പോരാടി ഫോർ ദ ജാലിയൻവാലാബാഗ് പീപ്പിൾ. അതാണ് സിനിമയുടെ ഒരു കഥ. ഒരു കോർട്ട് റൂം ഡ്രാമ ഇഫ് വെൽ എക്സിക്യൂട്ടഡ്, ഒരു ഓണസ്റ്റ് വർക്ക് ആണെങ്കിൽ കയ്യടിയും വിസിലടി കേൾക്കാൻ ഒരു പ്ലാറ്റ്ഫോമായി മാറുവാണ്. ഈ അടുത്തിറങ്ങിയ കോർട്ട് എസ്റ്റേറ്റ് വേഴ്സസ് സ്റ്റോബഡി എന്ന സിനിമയും അത് തെളിയിച്ചിരിക്കുകയാണ്. ഒരു കിഡിലൻ വോയിസ് ആണ് കേസരി ചാപ്റ്റർ 2, ടു നെവർ ഫോർഗെറ്റ് വാട്ട് ഹാപ്പൻ ഓൺ April 30th. വണ്ടർഫുൾ വർക്കാണ് കരൺ സിംഗ് ത്യാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ 2 മണിക്കൂർ 15 മിനിറ്റ് റൺ ടൈം ഒരു നിമിഷം പോലും നമ്മൾ ബോറടിപ്പിക്കാണ്ട് പിടിച്ചിരുത്തും. അത്രയും കുക്കിംഗ് ആണ്. മോസ്റ്റ്ലി ഒരു 2 മണിക്കൂർ ഒരു എൻഗേജിങ് കോർട്ട് റൂം ഡ്രാമ എന്ന ബേസിലാണ് കടന്നു പോകുന്നത്. ഹു വിൽ വിൻ, ഹു വിൽ ലൂസ്, വാട്ട് ഇസ് റൈറ്റ്, വാട്ട് ഇസ് റോങ്. അതിനുശേഷം ഒരു ഇമ്പോർട്ടന്റ് ആയൊരു മൊമെന്റ് വരും. അതിനുശേഷം നമ്മൾ വിചാരിക്കും എന്താണ് ഇനി സംഭവിക്കാൻ പോണെ. പിന്നീട് സംഭവിക്കുന്നത് ഈ സിനിമയുടെ തന്നെ ഏറ്റവും ഹൈ ആൻഡ് ഫാന്റാസ്റ്റിക് ആയ മൊമെന്റ്സ് ആണ്. അക്ഷയ് കുമാർ അഴിഞ്ഞാട്ടം ഇത്രയും വർഷം എവിടെയാണ്, എന്തൊരു ആക്ട്, എന്തൊരു പെർഫോമൻസ്. ആ ഒരു പെർഫോമൻസ് കണ്ട് രോമം എണീറ്റ് നിൽക്കാത്ത ഒരുത്തം പോലും ഉണ്ടാവില്ല തിയേറ്ററിൽ. അമ്മാതിരി ഡയലോഗ് ഡെലിവറി, അമ്മാതിരി പെർഫോമൻസ്. അക്ഷയ് കുമാർ അക്കി ഈസ് ബാക്ക് ഓൺ ഗ്രേറ്റ് ഫോം ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. ഇനിയും ഇങ്ങനത്തെ അടിപൊളി പെർഫോമൻസുകൾ അക്ഷയ് കുമാർ കാഴ്ചവെക്കട്ടെ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാധവൻ ക്രിമിനൽ ലോയറുടെ വേഷം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അനന്യ പാണ്ഡെ ആ ഒരു ചെറിയ സ്ക്രീൻ ടൈമിൽ നന്നായിട്ട് ഷൈൻ ചെയ്തിട്ടുണ്ട്. റെജീന കസാൻഡ്ര അക്ഷയ് കുമാറുടെ ഭാര്യ എന്ന വേഷം അത്യാവശ്യം വലിയ മെമ്മറബിൾ ആയിട്ട് ഫീൽ ചെയ്തില്ല. അതേപോലെ തന്നെ സൈമൺ പേസ്ലി ഇതിലെ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്രിക്കറ്റ്, ആ ഒരു ഈവൾ കഥാപാത്രം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അമിത് സിയാൽ, കൃഷ്ണ റാവു ഇവരും നന്നായിരുന്നു. ഇതിലെ ബാക്കിയുള്ള കാസ്റ്റും വളരെ നന്നായിട്ട് തന്നെ, വളരെ വൃത്തിക്ക് തന്നെ അവരുടെ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിലെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിംഗ്, മ്യൂസിക് എല്ലാം ഈ ഒരു സിനിമയ്ക്ക് കംപ്ലീറ്റ് ജസ്റ്റിസ് ആണ് കൊടുത്തത്. ആ ഒരു റേജ്, ഫയർ, ഇമോഷൻസ് എല്ലാം ആൾക്കാരുടെ ഉള്ളിൽ കയറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വർക്കാണ് ഇതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിസൈൻ, എല്ലാവരും ആ ഒരു 1990 കാലഘട്ടം നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ്സ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഈ സിനിമയുടെ ആദ്യത്തെ 10 മിനിറ്റ് ഈ ജാലിയൻ വാലാബാഗിന്റെ ജനസൈഡ് കാണിക്കുന്ന ഒരു അത്യാവശ്യം ഡീറ്റെയിൽഡ് മൊമെന്റ് ആണ്. എനിക്ക് ഇതിലെ എക്സിക്യൂഷനേക്കാളും കൂടുതൽ എനിക്ക് ഭയങ്കര ഹാർഡ് ഹിറ്റിങ്ങും ട്രോമറ്റൈസിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് സർദാർ ഉദ്ധമിലെ ക്ലൈമാക്സിലെ മൊമെന്റ്സ് ആണ്. പിന്നെ ഇതിലെ ബ്രിട്ടീഷുകാരുടെ ഡബിങ്ങും ലോജിക്കലി പോസിബിൾ ആവാത്ത പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ അതും നമ്മൾ പയ്യെ പയ്യെ നമ്മൾ യൂസ്ഡ് ആവും. എങ്ങനെയാണെങ്കിലും ജാലിയൻ വാലാബാഗിന്റെ ഈ ഒരു ചാപ്റ്റർ, കേസരി ചാപ്റ്റർ 2 ആരും തന്നെ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി വിറ്റ്നസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പറയാനുള്ളൂ. ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പിന്നീട് ഒരു റിഗ്രറ്റ് ആയി മാറിയേക്കാം.